നമസ്കാരം. ഞാനൊരു യാത്ര കഴിഞ്ഞ് വന്നാണ്. ബൈക്ക് യാത്രയായിരുന്നു. ഒരു അത്യാവശ്യം ഒരു സ്ഥലത്ത് പോകേണ്ടിയുണ്ടായിരുന്നു. മഴയുണ്ട്, ചെറിയ ചാറ്റൽ മഴ. അതുകൊണ്ട് റെയിൻകോട്ടും ഇട്ടിട്ടുണ്ട്. ഞാൻ ഊരിയില്ല. ഞാൻ ഈ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ആദ്യം സഞ്ചരിച്ച വാഹനം എന്ന് പറഞ്ഞാൽ ആദ്യം സ്വന്തമായിട്ട് വാങ്ങിയത് ഒരു സൈക്കിളായിരുന്നു. സൈക്കിളിലാണ് അന്ന് ഒരു 50 വർഷം മുമ്പുള്ള കാര്യമാണ്. സൈക്കിളിലാണ് ഞാൻ എൻ്റെ ഓഫീസിലൊക്കെ പോയിരുന്നത്. എൻ്റെ ബാക്കിൽ ചെറിയൊരു ജോലി കിട്ടിയായിരുന്നു. അപ്പോൾ സൈക്കിളിലാണ് പോയിരുന്നത്. പിന്നീട് ഒരു സ്കൂട്ടർ മേടിക്കണമെന്ന് തോന്നി. ലാംബി സ്കൂട്ടർ മേടിച്ചു. ലാംബി സ്കൂട്ടർ അറിയാമല്ലോ നിങ്ങൾക്ക്. ലാംബി സ്കൂട്ടർ ഓർമ്മ കാണും പഴയ ആൾക്കാർക്ക്. 3000 രൂപയാണ്. സെക്കൻഡ് ഹാൻഡ് ആയിട്ട് മേടിച്ചതാണ്. പിന്നെ അത് എന്ന് റിപ്പയർ, ബ്രാക്കിൻ്റെ ബോർഡം പോവുക, അങ്ങനെ ശരിക്കും കാര്യങ്ങളുണ്ട്. പിന്നെ അതുകൊണ്ട് ഒരു ബജാജ് ചേതൊക്കെ മേടിച്ചു. അത് 12,000 എന്താണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല കൃത്യമായിട്ട്. അത് സെക്കൻഡ് ഹാൻഡാണ്. പിന്നീട് ഒരു പുതിയ ബൈക്ക് മേടിച്ചു, ബജാജിൻ്റെ പ്ലാറ്റിന ബൈക്ക്. അതിന് ശേഷം ഞാനൊരു ബുള്ളറ്റ് മേടിച്ചു. ബുള്ളറ്റിലാണ് ഇപ്പോഴും യാത്ര. ഒരു 5-6 വർഷമായിട്ട് ആ ബൈക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം അത്യാവശ്യമാണ്. അത്യാവശ്യത്തിന് ഒരു വാഹനം വേണം. അന്നത്തെ കാലത്ത് 50 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സൈക്കിളിൻ്റെ ആവശ്യം. പിന്നെ പടിയായിട്ട് കൂടി വന്നു. ഇപ്പോൾ ബുള്ളറ്റിലെത്തി. ബുള്ളറ്റ് യാത്രയ്ക്ക് അത്ര മോശപ്പെട്ടതല്ല, കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുക. ഞാനിത് പറയാൻ കാര്യം, അടുത്ത കാലത്ത് ഒരു സംഭവം ഉണ്ടായി തിരുവനന്തപുരം വഞ്ചിയൂരിൽ അച്ഛനും മകനും വഴക്കായി. എന്ത് കാര്യമെന്ന് അറിയട്ടെ. മകന് ഈ അച്ഛൻ തന്നെ ഒരു 15 ലക്ഷം രൂപയുടെ 1-2 രൂപയിലെ 15 ലക്ഷത്തിൻ്റെ ബൈക്ക്, ആഡംബര ബൈക്ക് മേടിച്ചു കൊടുത്തു. പക്ഷേ പയ്യനത് തൃപ്തിയല്ല. വീണ്ടും പറഞ്ഞു, അച്ഛാ എനിക്ക് 50 ലക്ഷത്തിൻ്റെ ഒരു കാറ് മേടിച്ചു തരണം. എന്ത് കാറാണെന്ന് അറിയില്ല, അവരുടെ കുടുംബ സംവിധാനം എന്താണെന്ന് അറിയില്ല, സാമ്പത്തിക ശേഷി ഉള്ളതോ ഇല്ലെന്നറിയില്ല. പക്ഷേ അച്ഛനത് മനസ്സില്ലയോ പൈസയില്ലയോ രണ്ടൊരു വഴക്കായി. അച്ഛൻ മകൻ്റെ തല അടിച്ചു പൊട്ടിച്ചു, കമ്പിപ്പാര കൊണ്ട്. വാർത്തകളിലൊക്കെ വന്നു. ഇപ്പോൾ ഹോസ്പിറ്റലാണ്. ഭേദമായോ എന്നുള്ള കാര്യം അറിയില്ല. നമ്മൾ അത് അന്വേഷിക്കാനല്ല ഞാനിത് പറയുന്നത്. പക്ഷേ നമുക്കെന്താണ് ആവശ്യം? നമുക്കൊരു യാത്ര ചെയ്യണം, അല്ലേ? യാത്ര ചെയ്യാനൊരു വാഹനം വേണം. അത് ഇത്ര രൂപയ്ക്കുള്ള വാഹനത്തിലേ സഞ്ചരിക്കൂ എന്നുള്ളൊരു നിർബന്ധം ഈ സമൂഹത്തിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. കൂടിയ വാഹനത്തിൽ പോയാൽ കൂടുതൽ ജനങ്ങൾ അംഗീകരിക്കുമോ, അത് എന്താണെന്നറിയില്ല.